ഹായ് ഓൾ, വെൽക്കം ടു റൈറ്റ് ബോർഡ്സ് ഒഫീഷ്യൽ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് കേരള സിലബസിലെ ബയോളജിയിലെ ഫസ്റ്റ് ലെസൺ ആയിട്ടുള്ള സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ് എന്ന പാഠഭാഗത്തിലെ സ്പൈനൽ കോഡ്, ബ്രെയിൻ എന്നീ പാർട്സിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്നിവയാണ്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദി ഫിഗർ, ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ദി ഫങ്ഷൻസ് ഓഫ് ദി പാർട്സ് ലാബൽഡ് എ, ബി ആൻഡ് സി. ഈ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? നമുക്ക് ബ്രെയിൻ്റെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അതിൽ എ, ബി, സി എന്ന് പറഞ്ഞിട്ട് 3 പാർട്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ പാർട്സ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അതുപോലെ ആ പാർട്സിൻ്റെ ഫങ്ഷൻ എഴുതണം. അപ്പം നമുക്കിത് എങ്ങനെയാ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എഴുതേണ്ടതെന്ന് നോക്കാം. എ എന്ന് പറഞ്ഞിട്ട് കാണിച്ചിരിക്കുന്ന ഭാഗം ഏതാണ്? സെറിബ്രം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള പാർട്ടാണ് ഇത് സെറിബ്രം. ഈ സെറിബ്രത്തിൻ്റെ ഉള്ളിൽ കുറേ ചുളിവുകളും മടക്കുകളൊക്കെ കാണപ്പെടുന്നുണ്ട്. അതുമാത്രമല്ല, ഈ സെറിബ്രത്തിലെ പുറം ഭാഗം അതിൻ്റെ ബ്രൗൺ കളറാണ്. ആ കളറിന് നമ്മൾ കോർട്ടെക്സ് എന്നും ഉള്ളിലുള്ള വെളുത്ത നിറമുള്ള പാർട്ടിനെ നമ്മൾ എന്ത് പറയുന്നു? മെഡുല്ല എന്നും പറയുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഫങ്ഷൻസ് എന്താണ്? തോട്ട്, ഇൻ്റലിജൻസ്, മെമ്മറി, ഇമാജിനേഷൻ, ഇതിൻ്റെയൊക്കെ സെൻറ്ററായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് സെറിബ്രം. അതുമാത്രമല്ല, വോളണ്ടറി മൂവ്മെൻറ്റ്സ്, അതായത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മൂവ്മെൻറ്റ്സിൻ്റെ ഒക്കെ പാർട്ട് എന്ന് പറയുന്നത് ഏതാണ്? സെറിബ്രാണ്. അതുമാത്രമല്ല, ഇന്ദ്രിയാനുഭവങ്ങൾ, ഈ സെൻസേഷൻസ്, അതിനൊക്കെ ഇവോക്ക് ചെയ്യുന്നത് ആരാണ്? അത് ഇവോക്ക് ചെയ്യുന്നത് സെറിബ്രമാണ്. പാർട്ട് ബി ഏതാണ്? സെറിബെല്ലം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിലെ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടിനെയാണ് സെറിബെല്ലം എന്ന് പറയുന്നത്. ഇതിന് 2 ഫ്ലാപ്സ് ഉണ്ട്. സെറിബ്രത്തിന്റെ പുറകിലായിട്ടാണ് സെറിബെല്ലം കാണപ്പെടുന്നത്. ഇതിലും എന്തുണ്ട്? ഫിഷേഴ്സും ഗ്രൂവ്സും ഒക്കെ ഈ സെറിബെല്ലത്തിന്റെ സർഫസിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ സെറിബെല്ലത്തിന്റെ ഫംഗ്ഷൻ ആണ് നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മസിൽസിന്റെ ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്യുക, അതുപോലെ നമ്മുടെ ബോഡിയുടെ ഇക്വിലിബ്രിയം എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക എന്നീ 2 ഫങ്ഷൻസ് ആണ് ഇതിനുള്ളത്, സെറിബെല്ലത്തിനുള്ളത്. സി എന്ന് പറയുന്ന പാർട്ട് മെഡുല്ല ഒബ്ലങ്കേറ്റ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ദണ്ട് ഷേപ്പാണ്. ഇതെവിടെയാണ് കാണപ്പെടുന്നത്? സെറിബ്രത്തിന് ചുവടെയായിട്ട് സെറിബെല്ലത്തോട് ചേർന്നിട്ട് കാണപ്പെടുന്ന ഒരു പാർട്ടാണ് മെഡുല്ല ഒബ്ലങ്കേറ്റ. ഈ മെഡുല്ല ഒബ്ലങ്കേറ്റയുടെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവോളണ്ടറി ആക്ഷൻസിനെ റെഗുലേറ്റ് ചെയ്യുക. എന്താണ് ഇൻവോളണ്ടറി ആക്ഷൻസ്? നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആക്ഷൻസ്, നമ്മുടെ ബോഡിയിൽ ഉള്ള നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആക്ഷൻസിനെയാണ് ഇൻവോളണ്ടറി ആക്ഷൻസ് എന്ന് പറയുന്നത്. അതിനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ള ധർമ്മമാണ് മെഡുല്ല ഒബ്ലങ്കേറ്റയ്ക്കുള്ളത്. അതായത് ഹാർട്ട് ബീറ്റ്, ബ്രീത്തിങ്, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഇൻവോളണ്ടറി ആക്ഷൻസ് ആണ്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പറയില്ലേ, തല ഇടിച്ചു വീണിട്ടുണ്ടെങ്കിൽ ആ ആൾക്ക് പെട്ടെന്ന് ചിലപ്പോൾ മരണം സംഭവിക്കും. അതിൻ്റെ റീസൺ ഇതാണ്, കാരണം മെഡുല്ല ഒബ്ലങ്കേറ്റയ്ക്ക് ക്ഷതം പറ്റുന്നു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എങ്ങനെയാണ് എഴുതേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ബ്രെയിൻ വരയ്ക്കേണ്ട ആവശ്യമില്ല, വരയ്ക്കണമെന്ന് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. ഈ 3 പാർട്സ് ഏതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, ആ പാർട്സിനെ കുറിച്ചിട്ട് എഴുതുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് 4 മാർക്ക് ഇവിടെ കിട്ടും. ഈ ഒരു പാർട്ടിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. Given below is a figure showing the structure of the brain. Copy it and label the parts whose functions are stated. അതായത് നമ്മളോട് ബ്രെയിൻ വരച്ചിട്ട് ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഒരു 3 ക്വസ്റ്റ്യൻ വേറെ തന്നിട്ടുണ്ട്. അത് ബ്രെയിൻ്റെ ചില ഫങ്ഷൻസ് ആണ്. ആ ഫങ്ഷൻസ് ക്യാരി ചെയ്യുന്ന ഏത് പാർട്ടാണോ ആ പാർട്ട് ബ്രെയിൻ വരച്ചിട്ട് ആ പാർട്ട് ലാബിൽ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് എന്താ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നോക്കാം. കോർഡിനേറ്റ് മസ്കുലർ ആക്ടിവിറ്റീസ് ആൻഡ് ടു മെയിൻറ്റെയിൻസ് ദി ഇക്വിലിബ്രിയം ഓഫ് ദി ബോഡി. ബോഡിയുടെ ഇക്വിലിബ്രിയം ആരാണ് സേവ് ചെയ്യുന്നത്? അതായത് ബോഡിയുടെ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? സെറിബെല്ലം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇത് വരച്ചിട്ട് ബ്രെയിൻ വരച്ചിട്ട് അതിൽ സെറിബെല്ലം എവിടെയാണോ അത് അവിടെ മാർക്ക് ചെയ്തിടുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കൺട്രോൾ ഹാർട്ട് ബീറ്റ് ആൻഡ് ബ്രീത്തിങ്. ഹാർട്ട് ബീറ്റും ബ്രീത്തിങ്ങും കൺട്രോൾ ചെയ്യുന്നതാരാണ്? മെഡുല്ല ഒബ്ലങ്കേറ്റ. മെയിൻറ്റെയിൻ ഹോമിയോസ്റ്റാസിസ്. ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന പാർട്ടാണ് ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യണത്.
എവിടെയാണ് ഹൈപ്പോതലാമസ് കാണപ്പെടുന്നത്? തലാമസിന് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈപ്പോതലാമസ്. അതായത് ആന്തര സംസ്ഥിതി പരിപാലനത്തിൽ പ്രധാനപ്പെട്ട ഒരു റോളുള്ള ആളാണ് ആര്? ഹൈപ്പോതലാമസ്. അപ്പോൾ ഇത്രയും എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അവിടെ 4 മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ 4 മാർക്ക് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ബ്രെയിൻ എങ്ങനെ വരയ്ക്കാം എന്ന് പഠിക്കണം. അതുപോലെ വരച്ചിട്ട് ഈ പാർട്സ് എവിടെയാണോ വരുന്നത് അവിടെ അതിനെ ലാബിൽ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഈ ക്വസ്റ്റ്യന് ഫുൾ മാർക്ക് കിട്ടി. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റീഡ്രോ ദി ഡയഗ്രാം, നെയിം ആൻഡ് ലാബൽ ദി പാർട്സ് ദാറ്റ് പെർഫോം ദി ഗിവൺ ഫംഗ്ഷൻസ്. 2019 വന്നിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ 3 ക്വസ്റ്റ്യൻ സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. നോക്കാം അതേതൊക്കെയാണെന്ന് നോക്കാം. റിലേ സ്റ്റേഷൻ ഓഫ് ഇമ്പൾസസ്. റിലേ സ്റ്റേഷൻ ഓഫ് ഇമ്പൾസസ് എന്ന് പറയുന്നത് ബ്രെയിൻ്റെ ഏത് പാർട്ടാണ്? തലാമസ് എന്ന് പറയുന്ന പാർട്ടാണ് റിലേ സ്റ്റേഷൻ ഓഫ് ഇമ്പൾസസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതിൻ്റെ ഫംഗ്ഷൻ എന്താ? സെറിബ്രത്തിന് താഴെയായിട്ടാണ് തലാമസ് കാണുന്നത്. അതുമാത്രമല്ല സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുള്ള ഈ മെസ്സേജസിൻ്റെ ഒരു പുനഃപ്രേസരണ കേന്ദ്രമായിട്ട് ആക്ട് ചെയ്യുന്ന ആളാണ് തലാമസ്. അതായത് ശരീരത്തിൻ്റെ ബോഡിയിലെ വിവിധ പാർട്സിൽ നിന്നുള്ള ഇമ്പൾസസിനെ പരിശോധിച്ചിട്ട് അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളവയെ മാത്രമേ എന്തിലേക്ക് കടത്തിയിട്ടുള്ളൂ? സെറിബ്രത്തിലേക്ക് അയക്കുന്നുള്ളൂ തലാമസ്. അതുകൊണ്ടാണ് റിലേ സ്റ്റേഷൻ എന്ന് തലാമസിനെ പറയുന്നത്. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ, കൺട്രോൾ ഹാർട്ട് ബീറ്റ്, ബ്രീത്തിങ് എക്സെട്ര. ഹാർട്ട് ബീറ്റും ബ്രീത്തിങ് ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? മെഡുല്ല ഒബ്ലങ്കേറ്റ. മെയിൻ്റെയിൻസ് ഇക്വിലിബ്രിയം ഓഫ് ദി ബോഡി. ബോഡിയുടെ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നത് സെറിബലം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ വരച്ചിട്ട് ഈ ബ്രെയിനെ വരയ്ക്കുക. ഈ പാർട്സ് എല്ലാം ക്ലിയർ ആയിട്ട് അതിൽ ലാബിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ഫുൾ മാർക്ക് നമുക്ക് അവിടെ നേടാം. ബ്രെയിൻ എന്ന് പറയുന്ന ആ ഒരു പാർട്ടിൻ്റെ ഫങ്ഷൻസ്, അതിലെ ഡിഫറെൻറ്റ് പാർട്സ് എല്ലാം ക്ലിയർ ആയിട്ട് പഠിക്കണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നിങ്ങൾ ഒരിക്കലും അത് മിസ്സാക്കരുത്. ഈ ക്വസ്റ്റ്യൻ എന്തായാലും ഷുവർ ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കും. നെക്സ്റ്റ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പൈനൽ കോഡിനെ കുറിച്ചാണ്. എവിടെയാണ് സ്പൈനൽ കോഡ് കാണപ്പെടുന്നത്? മെഡുല്ല ഒബ്ലങ്കേറ്റയുടെ തുടർച്ചയായിട്ടുള്ള ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സ്പൈനൽ കോഡിനെ ഒരു ക്ഷതവും ഏൽക്കാണ്ട് സംരക്ഷിക്കുന്നത് ആരാണ്? വെർട്ടിബ്രൽ കോളം ആണ്. അതായത് ഈ സ്പൈനൽ കോഡ് നട്ടെല്ലിനുള്ളിലാണ് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. ഈ മസ്തിഷ്കത്തെ പോലെ തന്നെ ഈ സ്പൈനൽ കോഡും മെനിഞ്ചസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല ഈ സ്പൈനൽ കോഡിൻ്റെ ഉള്ളിൽ സെൻട്രൽ കനാൽ എന്ന ചാലിലും സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ട്. സ്പൈനൽ കോഡിൻ്റെ പുറം ഭാഗത്ത് വൈറ്റ് മാറ്ററും ഉള്ളിലുള്ള ഭാഗത്ത് ഗ്രേ മാറ്ററുമാണ് കാണപ്പെടുന്നത്. ഈ സ്പൈനൽ കോഡിൽ നിന്ന് 31 പെയർസ് ഓഫ് സ്പൈനൽ നെർവ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഫോം ചെയ്യുന്നുണ്ട്. ഓരോ സ്പൈനൽ നെർവിലും എന്തുണ്ട്? ഡോർസൽ റൂട്ടും വെൻട്രൽ റൂട്ട് ഉണ്ട്. സെൻസറി നെർവ്സിനെ ഡോർസൽ റൂട്ടിലൂടെ സ്പൈനൽ കോഡിലേക്കും അതുപോലെ മോട്ടോർ നെർവ്സിനെ വെൻട്രൽ റൂട്ടിലൂടെ പുറത്തേക്കും പ്രവഹിക്കുന്നുണ്ട്. ഈ സ്പൈനൽ കോഡിന് 2 ഫങ്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് 2 ഫങ്ഷൻസ് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് ശരീരത്തിൻ്റെ വിവിധ പാർട്സിൽ നിന്നുള്ള ഇമ്പൾസസിനെ ബ്രെയിനിലേക്കും തിരിച്ചും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ആരാണ്? ഈ സ്പൈനൽ കോഡാണ്. അതുമാത്രമല്ല നമ്മൾ നടക്കുക, ഓടുക, ചാടുക എന്നീ പ്രവർത്തനങ്ങളിലൂടെയൊക്കെ വരുന്ന ആവർത്തന ചലനം ഏകോപിപ്പിക്കുന്നതും ആരാണ്? സ്പൈനൽ കോഡാണ്. ഇനി നമുക്ക് ഈ സ്പൈനൽ കോഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദി ഫിഗർ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. ഇവിടെ ഒരു ക്രോസ് സെക്ഷൻ, സ്പൈനൽ കോഡിൻ്റെ ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ട്. അതിൽ ABCD എന്ന് പറഞ്ഞിട്ട് 3 പാർട്സ് ഇങ്ങനെ ലാബിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു 6 ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഈ പിക്ചർ നോക്കിയിട്ട് ഓരോ പാർട്സ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഈ ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് എഴുതാൻ. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ഫിഗർ ഇൻഡിക്കേറ്റ്? ഈ ഫിഗർ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ക്രോസ് സെക്ഷൻ ഓഫ് സ്പൈനൽ കോഡ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദിസ് ഓർഗൻ? സ്പൈനൽ കോഡിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഡിഫറെൻറ്റ് ബോഡി പാർട്സിൽ നിന്നുള്ള ഇമ്പൾസസിനെ ബ്രെയിനിലേക്ക് കൊടുക്കുക, അതുപോലെ ബ്രെയിനിൽ നിന്നുള്ള ഇമ്പൾസസിനെ ഡിഫറെൻറ്റ് ബോഡി പാർട്സിലേക്കും കൊടുക്കുക. ഇതാണ് ഈ സ്പൈനൽ കോഡിൻ്റെ ഫംഗ്ഷൻ.
തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ ഈസ് ദിസ് പാർട്ട് പ്രൊട്ടക്റ്റഡ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇത് എവിടെയാണ് കാണപ്പെടുന്നത്? സ്പൈനൽ കോഡ് കാണപ്പെടുന്നത് വെർട്ടിബ്രൽ കോളത്തിലാണ്. അതുമാത്രമല്ല ഈ സ്പൈനൽ കോഡിനെ മെനിഞ്ചസ് എന്ന് പറയുന്ന ലെയർ കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കവർ ചെയ്തിട്ടുണ്ട്. ഡി ക്വസ്റ്റ്യൻ, നെയിം ദ പാർട്സ് ഇൻഡിക്കേറ്റഡ് ബൈ എ ആൻഡ് ബി ആൻഡ് റൈറ്റ് ദെയർ ഫങ്ഷൻസ്. എ എന്ന് പറയുന്ന പാർട്ട് വെൻട്രൽ റൂട്ടും ബി എന്ന് പറയുന്ന പാർട്ട് ഡോർസൽ റൂട്ടുമാണ്. ഡോർസൽ റൂട്ടിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെയിനിൽ നിന്നുള്ള സെൻസറി ഇമ്പൾസസിനെ സ്പൈനൽ കോഡിലേക്ക് കൊടുക്കുന്നത് ആരാണ്? ഡോർസൽ റൂട്ടാണ്. അപ്പോൾ ഡോർസൽ റൂട്ട് എന്ന് പറയുന്നത് സെൻസറി ഇമ്പൾസസിനെ ഡോർസൽ റൂട്ടിലൂടെ സ്പൈനൽ കോഡിലേക്ക് എത്തുന്നു. അതുപോലെ മോട്ടോർ ഇമ്പൾസസ് വെൻട്രൽ റൂട്ടിലൂടെയാണ് പുറത്തേക്ക് പ്രവഹിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ പാർട്സ് ഇൻഡിക്കേറ്റഡ് ബൈ സി, ഡി ആൻഡ് ഇ. സി എന്ന് പറയുന്നത് സെൻട്രൽ കനാൽ, ഡി ഗ്രേ മാറ്റർ, ഇ വൈറ്റ് മാറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ ഫ്ലൂയിഡ് പ്രസന്റ് ഇൻ ദ പാർട്ട് ഇൻഡിക്കേറ്റഡ് ബൈ സി, വാട്ട് ആർ ഇറ്റ്സ് ഫങ്ഷൻസ്? സി എന്ന് പറയുന്നത് എന്താണ്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ആണ്. നമുക്കറിയാം ഈ തലയോടിനുള്ളിലാണ് ഇത് ഉള്ളത്. മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് തലയോടിനുള്ളിലാണ്. അപ്പോൾ ഈ മസ്തിഷ്കത്തെ പൊതിഞ്ഞിട്ട് 3 സ്തരപാളികളുള്ള മെനിഞ്ചസ് എന്ന് പറയുന്ന ഒരു ആവരണമുണ്ട്. ഈ മെനിഞ്ചസിൻ്റെ ആന്തരപാളികൾക്കിടയിലും മസ്തിഷ്കത്തിൻ്റെ അറകളിലും കാണപ്പെടുന്ന ഫ്ലൂയിഡാണിത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ബ്ലഡിൽ നിന്നാണ് ഫോം ചെയ്യുന്നത്. ബ്ലഡിലേക്ക് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അത് ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബ്രെയിനിലുള്ള ബ്രെയിനിലുള്ള ടിഷ്യൂസിനൊക്കെ പോഷകഘടകങ്ങൾ, ഓക്സിജൻ എന്നിവയൊക്കെ നൽകുക, അതുപോലെ ബ്രെയിനിനുള്ളിലുള്ള പ്രഷർ ക്രമീകരിക്കുക, ബ്രെയിനിനെ സംരക്ഷിക്കുക, ഇതൊക്കെയാണ് ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രോസ് സെക്ഷൻ ഓഫ് സ്പൈനൽ കോഡ് നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കണം. അതിൻ്റെ പാർട്സ്, അതിൻ്റെ ഫങ്ഷൻസ് എന്നൊക്കെ പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പിക്ചർ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഡയഗ്രാം വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടും ചോദിച്ച് കാണാറ്. അപ്പോൾ നിങ്ങൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻസും കൂടി ഞാൻ ഡിസ്കസ് ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദി ഫിഗർ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ആ ഫിഗറിൽ എ, ബി, സി എന്ന് പറയുന്നതിന് പകരം 1, 2, 3 എന്ന് പറഞ്ഞിട്ട് 3 ഭാഗങ്ങൾ ഇങ്ങനെ ലാബിൽ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഐഡന്റിഫൈ ദി പാർട്ട് മാർക്ക്ഡ് 1. 1 എന്ന് പറയുന്നത് എന്താണ്? സെൻട്രൽ കനാലാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ബി, ഹൗ ഡു ദി ഇമ്പൾസസ് ട്രാൻസ്മിറ്റഡ് ത്രൂ 2 and 3 ഡിഫർ? 2 എന്ന് പറയുന്നത് ഡോർസൽ റൂട്ടും 3 ആയിട്ട് കൊടുത്തിട്ടുള്ളത് വെൻട്രൽ റൂട്ടുമാണ്. അപ്പം നമ്മൾ ഓൾറെഡി ഡോർസൽ റൂട്ടിൻ്റെയും വെൻട്രൽ റൂട്ടിൻ്റെയും ഒക്കെ ഫങ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. സെൻസറി ഇമ്പൾസസ് ഡോർസൽ റൂട്ടിലൂടെയാണ് സ്പൈനൽ കോഡിലേക്ക് എത്തുന്നത്. അതുപോലെ മോട്ടോർ ഇമ്പൾസസ് വെൻട്രൽ റൂട്ടിലൂടെയാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ സ്കോർ ചെയ്യുന്നത് 3 മാർക്കാണ്. ഈ ക്വസ്റ്റ്യൻ 2020 മോഡൽ എക്സാമിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ എ, ബി എന്ന് പറഞ്ഞിട്ട് പാർട്സ് അടയാളപ്പെടുത്തിയിട്ട് വേറൊരു വർഷത്തിലും വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ടത് ഡോർസൽ റൂട്ട്, വെൻട്രൽ റൂട്ട്, അതിൻ്റെ ഫങ്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. അതുപോലെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിൻ്റെ ഫങ്ഷൻസ് പഠിക്കണം. സ്പൈനൽ കോഡിൻ്റെ പാർട്സ് വിശദമായിട്ട് പഠിക്കുക, അതിൻ്റെ ഫങ്ഷൻസ് പഠിക്കുക. ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തു നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് ബ്രെയിനും സ്പൈനൽ കോഡും. അപ്പോൾ അത് വരുന്ന ഏതൊക്കെ രീതിയിൽ ചോദിക്കാം എന്നുള്ളതിൻ്റെ എക്സാമ്പിൾസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം. ബൈ.